നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഏർപ്പെടുത്തിയിരുന്ന ടെലഗ്രാം ആപ്പിന്റെ വിലക്ക് പിൻവലിച്ചു. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ടെലഗ്രാം ആപ്പ് വീണ്ടും ലഭ്യമായി തുടങ്ങി. ആപ്പിലെ മെസ്സേജ് എഡിറ്റിംഗ് ഫീച്ചറിന് ഏർപ്പെടുത്തിയിരുന്ന കർശന നിയന്ത്രണം ജൂൺ 30 വരെ തുടരുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സംഘങ്ങൾ ടെലഗ്രാം ദുരുപയോഗം ചെയ്തുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് കേന്ദ്ര ഏജൻസികളുടെ കർശന ഇടപെടലുണ്ടായത്. ഇതിനെ തുടർന്ന് ജൂൺ 22 വരെ ടെലഗ്രാമിന് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തുകയും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. നിലവിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ ഇതുവരെയും ലഭ്യമായിട്ടില്ല. എങ്കിലും നേരത്തെ ഫോണുകളിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവർക്ക് തടസ്സമില്ലാതെ സന്ദേശങ്ങൾ കൈമാറാൻ നിലവിൽ സാധിക്കുന്നുണ്ട്. പഴയ സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്ത് ചോദ്യപേപ്പർ ചോർന്നുവെന്ന് വ്യാജ പ്രചരണം നടത്താൻ തട്ടിപ്പുകാർ ശ്രമിക്കുമെന്ന ഭീതി നിലനിൽക്കുന്നതുകൊണ്ടാണ് എഡിറ്റിംഗ് ഫീച്ചറിന് നിയന്ത്രണം നീട്ടിയത്. ആപ്പ് പൂർണ്ണതോതിൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ സാങ്കേതിക പരിശോധനകൾ തുടരുകയാണ്. നിരോധന നടപടികൾക്ക് മുൻപ് അധികൃതർ ടെലഗ്രാം പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഈ നടപടിക്കെതിരെ ടെലഗ്രാം CEO പരസ്യമായി വിമർശനം ഉന്നയിച്ചിരുന്നു. കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ഉപഭോക്താക്കളെ ഈ നടപടി ബുദ്ധിമുട്ടിലാക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പരീക്ഷാ തട്ടിപ്പിലെ സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു കർശന നിലപാട് സ്വീകരിച്ചത്. പരീക്ഷാ അട്ടിമറികൾ തടയുന്നതിനായി ടെലഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് IT മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആപ്പിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും അധികൃതരും ടെലഗ്രാം അധികൃതരും തമ്മിൽ തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്.